5895 മീറ്റർ ഉയരം. ആഫ്രിക്കയുടെ മുകളിൽ അഭിമാനത്തോടെ നിലകൊള്ളുന്ന മൗണ്ട് കിളിമഞ്ചാരോ. ഇത് ഒരു പർവ്വതം മാത്രമല്ല, ഒരു സ്വപ്നത്തിന്റെ ലക്ഷ്യം, ഒരു വെല്ലുവിളിയുടെ യാത്ര, ഒരു വിജയത്തിന്റെ അടയാളം. കടൽനിരപ്പിൽ നിന്ന് ഉയരങ്ങളിലേക്ക് കയറുമ്പോൾ ഓക്സിജൻ കുറയുകയും ഓരോ അടിയും കൂടുതൽ ബുദ്ധിമുട്ടാകുകയും ചെയ്യുന്നു. തണുത്ത കാറ്റ്, ശരീരത്തിന്റെ ക്ഷീണം. എന്നാലും മുന്നോട്ട് നയിക്കുന്നത് മനസ്സിന്റെ ശക്തിയാണ്. ഒരിക്കൽ പോലും ഇനി പറ്റില്ല എന്ന് തോന്നുന്ന നിമിഷങ്ങൾ, വിട്ടുകൊടുക്കണമോ എന്ന ചിന്തകൾ, അവയെല്ലാം മറികടന്ന് മുന്നോട്ടു പോകുന്ന ഒരു അതുല്യമായ യാത്രയാണ് ഇത്. ഈ യാത്ര ഒരു വ്യക്തിയുടെ മാത്രം കഥയല്ല. ഇത് ഒരു ടീമിന്റെ ആത്മവിശ്വാസവും ഒരു കൂട്ടായ ശ്രമവും ചേർന്ന ഒരു വിജയമാണ്. കഴിഞ്ഞ വർഷം ഈ വെല്ലുവിളിയെ ആദ്യം ഏറ്റെടുത്ത് അത് വിജയമായി മാറ്റി. ഇന്നത്തെ ഈ യാത്രയ്ക്ക് ആത്മവിശ്വാസവും പ്രചോദനവും നൽകി. ഈ വഴിയെ തുറന്ന മുൻഗാമികൾ: ടോം ജോസ്, കീർത്തി നന്ദു, സുഭാഷിണി രാജീഷ്, ശിൽപ സുരജ്, മുഹമ്മദ് യാസർ. അവരുടെ ആ യാത്ര ഇന്ന് വീണ്ടും ഈ വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള ധൈര്യം നൽകി. അവരെ പിന്തുണച്ച അതേ സംഘവും അതേ ആത്മാർത്ഥതയും അതേ സമർപ്പണവുമാണ് ഇന്നത്തെ ഈ യാത്രയ്ക്കും പിന്നിൽ നിന്നത്. ആ സംഘത്തെ നയിക്കുന്നത് മീനു ആൻഡ്രിയ. കിളിമഞ്ചാരോ 3 തവണ കീഴടക്കുകയും നിരവധി സാഹസിക യാത്രകൾ വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്ത അവരുടെ അനുഭവസമ്പത്തും സമർപ്പണവും ഈ യാത്രയെ കൂടുതൽ സുരക്ഷിതവും ശക്തവുമാക്കി. ഈ യാത്രയെ സാക്ഷാത്കരിച്ചത് അൺഫോർഗറ്റബിൾ എസ്കപ്പേർട്സ്. ടാൻസാനിയയിൽ നിന്നാരംഭിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സാഹസിക യാത്രകൾ ഒരുക്കുന്ന ഒരു വിശ്വസനീയ യാത്രാ പ്ലാറ്റ്ഫോം. കിളിമഞ്ചാരോ, എവറസ്റ്റ്, എൽബ്രസ്, സഫാരി, ട്രെക്കിംഗ്, സ്കൈ ഡൈവിംഗ്, സ്കൂബ ഡൈവിംഗ്, ഇത്തരത്തിലുള്ള വൈവിധ്യമാർന്ന അനുഭവങ്ങളൊരുക്കുന്ന ഒരു സംഘമാണ് ഇത്. നിങ്ങളുടെ അടുത്ത യാത്ര പ്ലാൻ ചെയ്യാൻ അവരുമായി ബന്ധപ്പെടാം. ആ ആത്മവിശ്വാസത്തിന്റെ തുടർച്ചയായി ഇന്ന് വീണ്ടും 3 പേർ ഈ വലിയ വെല്ലുവിളി ഏറ്റെടുത്തു. പൂജ റനീഷ് മാക്സി. ഓരോ ദിവസവും സ്വന്തം പരിധികളെ മറികടന്ന ഒരു ജീവിതാനുഭവമാണ്. ശരീരം തളർന്നിരിക്കുമ്പോഴും മനസ്സ് മാത്രം മുന്നോട്ട് നീങ്ങുന്ന ആ സമയത്ത് ഓരോ അടിയും ഒരു പോരാട്ടമാണ്. മേഘങ്ങൾക്ക് മുകളിൽ നിൽക്കുന്ന ആ അനുഭവം വാക്കുകളിൽ വിവരിക്കാൻ കഴിയാത്ത ഒന്നാണ്. ഈ യാത്ര നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ്. ഉയരങ്ങൾ കീഴടക്കുന്നത് ശരീരശക്തിയാൽ മാത്രം അല്ല, മനസ്സിന്റെ ശക്തിയാലാണ്. ഈ യാത്രയിലെ അവരുടെ യഥാർത്ഥ അനുഭവങ്ങളും അവർ നേരിട്ട വെല്ലുവിളികളും ഇത്തരത്തിലുള്ള യാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് അവർ പങ്കുവയ്ക്കുന്ന വിലപ്പെട്ട ഉപദേശങ്ങളും ഉൾപ്പെടുത്തി. പൂജ റനീഷ് മാക്സി, മീനു ആൻഡ്രിയ, ഇവരുടെ അഭിമുഖത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് ആദ്യം തന്നെ യൂണിക് മീഡിയയുടെ അഭിനന്ദനം നേരുകയാണ്. ഓക്കെ, നിങ്ങൾ ഇത്ര ഒരു വലിയ യാത്ര കഴിഞ്ഞു വന്നു. നിങ്ങൾ ഈ ഒരു ഇന്റർവ്യൂവിന് സഹകരിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നിങ്ങളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. തുടങ്ങിക്കോളൂ. പൂജ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പൂജ. UK-ലാണ് പഠിക്കുന്നത്. ഞാൻ ഫൈനൽ ഇയർ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്. അടുത്ത വർഷം ഓക്സ്ഫോർഡിൽ വർക്ക് ചെയ്യാൻ പോകണം. ടാൻസാനിയയിൽ ഇപ്പോൾ 7 ആഴ്ചയായി. 5 വീക്സ് ഇന്റേൺഷിപ്പിന് വന്നതാണ് ഞാൻ, മുഹിംബിലി നാഷണൽ ഹോസ്പിറ്റലിൽ. അത് കഴിഞ്ഞിട്ട് 2 ആഴ്ച ഒരു ഫ്രീ ടൈം ഉണ്ടായിരുന്നു ടു സ്പെൻഡ്. സോ ഐ തോട്ട് ഐ വിൽ ടാക്കിൾ ദ കിളിമഞ്ചാരോ ഹൈക്ക്. ഇപ്പോൾ ഒരു UK എന്ന് പറയുന്ന ഒരു വെസ്റ്റേൺ കൾച്ചർ, ടാൻസാനിയ എന്ന് പറയുന്നത് അറിയാലോ. അപ്പോൾ ആ ഒരു കമ്പാരിസൺ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്? അങ്ങനെ കുറേ ഡിഫറൻസ് ഒന്നുമില്ല. ഇവിടെ കുറച്ചുകൂടി ആൾക്കാർ ഫ്രണ്ട്ലി ആണ്, കമ്മ്യൂണിറ്റി വൈബ് ഉണ്ട് ഇവിടെ. അവിടെ ആൾക്കാർ തമ്മിൽ മീൻസ് നെയ്ബേഴ്സായിട്ട് മിങ്കിൾ ചെയ്യില്ല. ഇവിടെ എല്ലാവരും റെസ്പെക്ട് ഓടെ അങ്ങനെ സംസാരിക്കും. അവിടെ റെസ്പെക്ട് കൂടുതലാണ്. ആൾക്കാർ കുറച്ചുകൂടി ഫ്രണ്ട്ലി ആണ്. എല്ലാവരും ഗ്രീറ്റ് ചെയ്യും. അറിയാത്തവരാണെങ്കിലും നമ്മൾ ആദ്യം ഗ്രീറ്റ് ചെയ്യും. ഷിക്കമു ആണെങ്കിലും മാംബോ അങ്ങനെയൊക്കെ. കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അവിടെ ഇന്റേൺഷിപ്പ് ചെയ്തപ്പോൾ മീൻസ് ആ ഏജൻസിന്റെ ത്രൂ അവര് സ്വഹീലി ലെസൺസ് പ്രൊവൈഡ് ചെയ്യണ്ടായിരുന്നു. സോ റനീഷ്, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. നാട് എവിടെ? പേര് റനീഷ് എന്ന് അറിയാം. പിന്നെ എന്ത് ചെയ്യുന്നു? എൻ്റെ പേര് രനീഷ്. ഞാൻ ഇപ്പോൾ ഇവിടെ ദർസലാമിലായിട്ട് ഒരു 7 ഇയേഴ്സായി ഇവിടെ വർക്ക് ചെയ്യാണ് സ്പെയർ പാർട്സ് കമ്പനിയിൽ. നാട് മലപ്പുറമാണ് വീട്. പിന്നെ ഇത് കുറേ കാലത്തെ ഒരാഗ്രഹമായിരുന്നു കിളിമഞ്ചാരോ കയറാമെന്നുള്ള.
മാക്സ്? എൻ്റെ പേര് പറഞ്ഞു മാക്സി. ഞാൻ അബുദാബി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അബുദാബിയിൽ കഴിഞ്ഞ 23 വർഷമായിട്ട് ജോലി ചെയ്യുന്നു. ഇപ്പോൾ ഒരു ബ്രേക്കിലാണ്. ഞാൻ ലാസ്റ്റ് വരാം, അതിന് മുമ്പ് ഇവരുടെ ഈ എക്സ്പീരിയൻസ് ഒന്ന് ചോദിക്കാം. ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഈ കിളിമഞ്ചാരോ? അതായത് ഇപ്പം എന്താണ് ഇതിന് ഡിസിഷൻ എടുക്കാൻ കാരണം? ഇന്നല്ലെങ്കിൽ നാളെ സൗകര്യപ്പെടുന്നത് പോലെ ഏതെങ്കിലുമൊക്കെ കുന്നുകൾ നമ്മൾ കയറും. മലകൾ പിന്നീടായാലും ചെറിയ കുന്നുകൾ കയറുമെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ മാനസികമായിട്ട് വലിയ സമ്മർദ്ദങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ കമ്പനിയുടെ ഒരു ഓർഗനൈസിങ് വളരെ നല്ല ഭംഗിയായിട്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ നമ്മളുടെ ടീംമേറ്റ്സ് റനീഷും പൂജയും തീർച്ചയായിട്ടും എന്താ പറയുക, തികച്ചും ഈ പ്രാവശ്യം ക്ലൈമ്പിന് 2-3 ദിവസം മുമ്പാണ് ആദ്യമായിട്ട് ഞാൻ ഇവരെ രണ്ടുപേരെയും കാണുന്നത്. പക്ഷെ അതിൻ്റെതായ യാതൊരുവിധ കുറവുകളും ഇല്ലാതെ ഞങ്ങളൊരു നല്ല ടീമായിട്ട്, ചിലപ്പോൾ വർഷങ്ങൾ പരിചയമുള്ള ക്ലൈംബേഴ്സിനെ പോലെയാണ് നമ്മൾ കയറി എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇതിൽ ഞാൻ ഒരു കാര്യം നോട്ടീസ് ചെയ്തത്, ഇത് 3 ഏജ് ഗ്രൂപ്പുള്ളതാണ്. അദ്ദേഹം മാനസികമായിട്ട് വളരെ ചെറുപ്പമാണെങ്കിലും അതെ 50 വയസ്സായി. അത് ഞാൻ റിലേഷൻഷിപ്പ് മതിയോ? അദ്ദേഹം വളരെ ചെറുപ്പമാണ്. അതെ. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ആഴ്ചത്തെ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇവര് വളരെ എനർജറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ കൂടെ കൂട്ടി എന്ന് വേണമെങ്കിൽ അങ്ങനെ പറയാം. അത് വേണമെങ്കിൽ പറയാം, കൂടെ കൂട്ടി. ഇപ്പം ചിലപ്പോൾ ആ ഒരു ഏജ് റെസ്പെക്റ്റ് ആവാം രണ്ടുപേരും നമുക്ക് തന്നത്. എന്തായാലും വളരെ തികച്ചും എന്താ പറയുക, എൻജോയബിൾ ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. ഇപ്പം ഏത് രീതിയിലായാലും റെസ്പെക്റ്റ് ആണോ അല്ലെങ്കിൽ അത് നമ്മളുടെ ടീം വർക്കിനെ അത് നന്നായിട്ട് അത് പോസിറ്റീവായിട്ട്. ഫസ്റ്റ് ഡേ ഞങ്ങൾ ഇവിടുന്ന് 1-ാം തീയതിയാണ് മോഷിയിലേക്ക് അല്ലെങ്കിൽ കിളിമഞ്ചാരോ എയർപോർട്ടിലേക്ക് ട്രാവൽ ചെയ്തത്. പിന്നെ അവിടെ നമുക്ക് ഒരു ഹോട്ടൽ സ്റ്റേ ഉണ്ടാവും. ഇപ്പോൾ എയർപോർട്ടിൽ വെച്ച് ഞങ്ങൾ 3 പേരും ഒത്തുചേരുകയും പിന്നെ എല്ലാം ഒരു ടീം വർക്ക് തന്നെയായിരുന്നു. അതായത് ചെക്ക് ഇൻ തൊട്ട് എല്ലാം. പിന്നെ നമ്മുടെ ട്രാവൽ കമ്പനിയുടെ വെഹിക്കിൾ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എയർപോർട്ടിൽ നിന്ന്. പിന്നെ അത് കഴിഞ്ഞ് നേരെ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ഇനി പിറ്റേ ദിവസത്തെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള റെൻ്റൽ ഐറ്റംസൊക്കെ, ഇനി പോരാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗൈഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിസ്റ്റർ അലക്സ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ഗൈഡായിരുന്നു. അപ്പം സജസ്റ്റ് ചെയ്യുമായിരുന്നു, ഓക്കെ ഇത് വേണം അത്. അങ്ങനെ ഞങ്ങളൊരു റെൻ്റൽ കമ്പനിയിൽ പോവുകയും സാധനങ്ങളും അങ്ങനെ ഫസ്റ്റ് ഡേ അവിടെ പറയുകയാണെങ്കിൽ മോസ്റ്റ്ലി പ്രിപ്പറേഷൻ ആയിരുന്നു. പിറ്റേ ദിവസത്തെ ആക്ച്വലി 2-ാം തീയതി തൊട്ടാണ് ക്ലൈംബ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളായിരുന്നു ആദ്യത്തെ ഒരു ദിവസം. പിന്നെ ഹോട്ടലിൽ സുഖമായിട്ട് ഇറങ്ങി പിറ്റേ ദിവസം തൊട്ട് അഗെയിൻ ഗേറ്റിലേക്ക്, മച്ചാമ്മ റൂട്ട് വഴി പോകുന്നതുകൊണ്ട് മച്ചാമ്മ ഗേറ്റിലേക്ക് നമ്മളെ ഈ കമ്പനി വെഹിക്കിൾ എത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ റിവിഷൻ പറയൂ. ഫസ്റ്റ് ദിവസം നമ്മൾ ഏകദേശം ഒരു ഐ തിങ്ക് 7 കിലോമീറ്റേഴ്സിനടുത്ത് നമ്മൾ ട്രാവൽ ചെയ്തിട്ടാണ്. അല്ല, ഒരു അത് നമ്മളെടുത്തത് ഒരു ഇതേമാതിരി 6 hours 7 hours നമ്മളെടുത്തത്. ഓക്കെ, അതിൻ്റെ ഇടയിൽ നമ്മൾ 7 hours. എന്നിട്ട് മാക്സിമം കവർ ചെയ്യുന്നത് എത്ര? 7 കിലോമീറ്റർ അല്ല, ഭയങ്കര സ്ലോയിലാണ്. അല്ല, 11 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഓക്കെ സാർ. അല്ല, അത് പറയുകയാണെങ്കിൽ നമ്മൾ 2800 ഗേറ്റ് 1800 അതിൻ്റെ എലിവേഷൻ. അവിടെ നിന്ന് നമ്മൾ കയറിയത് 2800. അതായത് ഏകദേശം സ്ലോയിലാണ് നമുക്ക് പോകുന്നത്. പൂജയുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്താണ് പറയാനുള്ളത്? ഈ ഒരു ലേഡീസ് ഇത്തരം യാത്രകൾ ചെയ്യുമ്പോൾ എന്തെല്ലാം ചാലഞ്ചസ് ആണ്? എനിക്ക് തോന്നുന്നു ഫോർ മീ എനിവേ, നടക്കുമ്പോൾ നമുക്ക് ടോയ്ലറ്റ് വയ്ക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. സോ ഞാൻ പോയില്ല, ഞാൻ അങ്ങനെ പിടിച്ച് നിന്നു. ടോയ്ലറ്റ് ഒക്കെ സെറ്റ് ആക്കിയിട്ടേ ഞാൻ പോയുള്ളൂ. I think for girls that's the main challenge. For boys it's easier. I think that is again person to person, because like while ഇങ്ങോട്ട് തിരിച്ചു വരുന്ന സമയത്തൊക്കെ ഞാൻ കുറച്ച് വെസ്റ്റേഴ്സിൻ്റെ കൂടെ വർത്തമാനം പറയണ്ടായി. അപ്പോൾ അതിനിടയ്ക്ക് അവർ സംസാരിച്ചു, ഐ വാണ്ട് ടു ഗോ ഫോർ പീ എന്ന് പറഞ്ഞിട്ട് ഷീ വെൻറ്റ് ഇൻ ടു ദ. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോവാം. അപ്പോൾ
ദാറ്റ് ഈസ് ദ ഓപ്ഷൻ ഈസ് ദർ. ബട്ട് അത് നമ്മൾ എങ്ങനെ ശീലിച്ചു അല്ലെങ്കിൽ അതുകൊണ്ടാണ് ആ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. അങ്ങനെ ഹൈക്ക് ചെയ്തിട്ടൊന്നുമില്ല. മാക്സിമം UK ടോളസ്റ്റ് മൗണ്ടൻ ബെൻ നെവിസ് 1800 സംതിങ് മീറ്റേഴ്സ് ആണ്. നമ്മൾ തുടങ്ങണ ഹൈറ്റ്, അതെ, നമ്മൾ ഇവിടെ തുടങ്ങണത് തന്നെ 1800 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഗേറ്റ്. സോ അവിടെ നിന്ന് തൊട്ടിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. സോ ഇങ്ങനത്തെ എലിവേഷൻ ഞാൻ ഒരിക്കലും കയറിയിട്ടില്ല. ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഫുഡ് നന്നായിരുന്നു, കാൺ കംപ്ലെയിൻ. അതെ, യു റിമെമ്പർ നമ്മൾ ഗേറ്റിൽ ഫസ്റ്റ് ഡേ ഇപ്പോൾ ഗേറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഗേറ്റിൽ എത്തിക്കഴിഞ്ഞിട്ട് ദർ ഈസ് എ ഫോർമാലിറ്റി ടു രജിസ്റ്റർ. കാര്യം ഈച്ച് ക്ലൈംബർ നമ്മളുടെ ഇവിടെ കിളിമഞ്ചാരോ നാഷണൽ പാർക്കിൽ രജിസ്റ്റർ ചെയ്തിട്ടാണ്, പെർമിഷനോട് കൂടിയാണ്, പെർമിറ്റ് വേണം. അപ്പോൾ ആ ഒരു ടൈമിൽ അവർ നമുക്ക് നമ്മുടെ ലഞ്ച് പാക്കറ്റിൽ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം ഞങ്ങൾ അവിടെ ഇരുന്ന് ഫസ്റ്റ് ലഞ്ച് ഞങ്ങളുടെ ഗേറ്റിൽ നിന്ന് കഴിച്ചിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. സോ ഇല്ല, നമുക്ക് എല്ലാം പ്രോട്ടീൻ റിച്ച് ഫുഡ് തരാനാണ് നമുക്ക്. കാര്യം എനർജി ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന ഒരു യാത്രയാണത്. പിന്നെ ഇത്രയും ദൂരം പോകുമ്പോൾ, ഇത്രയും ഹൈറ്റിൽ പോകുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സിക്നസ് ഫേസ് ചെയ്യാൻ അവർ ചോദിക്കും ഇങ്ങനെ എല്ലാ ദിവസം, എല്ലാ രാവിലെയും രാത്രിയും ഒരു ചെക്ക് ഉണ്ട്. സോ നമ്മുടെ ഓക്സിജൻ ലെവൽസ് ചെക്ക് ചെയ്യും, ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യും, പിന്നെ സിംറ്റംസ് ഓഫ് ആൾട്ടിറ്റ്യൂഡ്സ്, നോസിയ, വോമിറ്റിംഗ്, ഡയറിയ, പിന്നെ ഡിസീനസ്, ബ്രെത്ത്ലെസ്നെസ്. ഇപ്പൊ നിങ്ങളുടെ ഈ മൂന്നാളുടെ ആരാണ് ഏറ്റവും സ്മാർട്ട്? ഏറ്റവും ഞങ്ങൾ 3 പേര് സ്മാർട്ടാണ്, കണ്ടിട്ട് പറയുന്നില്ല. ആരെയും അങ്ങനെ പറയാനില്ല. എനിക്ക് തോന്നുന്നത് ഒരു ദിവസം എനിക്കെന്തോ ഒരു ചെറിയ വന്നിറങ്ങിയിട്ട് എനിക്ക് അന്നൊരു ദിവസം വെള്ളം കുടിക്കാനായിട്ട് പ്രയാസം ഉണ്ടായിരുന്നു തോന്നുന്നു. അല്ലെ ഒരു ചെറിയൊരു പെരുപ്പ് പോലെ അല്ലെങ്കിൽ തലവേദന പോലെ തോന്നിയെങ്കിലും ക്യാമ്പിലെത്തിക്കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കുടിച്ചപ്പോൾ അത് മാറി. നമുക്ക് വൈകുന്നേരങ്ങൾ ചിലപ്പോൾ ലാസ്റ്റ് ഡേ ഒക്കെ നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. 6th ഡേ ഉറങ്ങേണ്ട സമയമൊക്കെ ഉണ്ട് ടെൻറ്റിൻ്റെ ഉള്ളിൽ. ടെൻറ്റ് ശരിക്കും പറഞ്ഞാൽ ടെൻറ്റ് നമ്മളുടെ എല്ലാവർക്കും ഒരു പുതിയ അനുഭവം തന്നെയായിരുന്നു. കാര്യം ടെൻറ്റിൽ ഞാൻ ആദ്യമായിട്ടായിരുന്നു, എനിക്ക് തോന്നുന്നത് ഇവർ രണ്ടുപേരും ടെൻറ്റിൽ ആദ്യമായിട്ട്. അപ്പോൾ ടെൻറ്റ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വേണം പറയാനായിട്ട്. കാര്യം ടെൻറ്റ് മതി, ടെൻറ്റും നല്ലൊരു സ്ലീപ്പിംഗ് ബാഗും ഒക്കെ ഉണ്ടെങ്കിൽ ജീവിക്കാം. അല്ലെങ്കിൽ ഒരു ഹോംലെസ് എന്നുള്ള ഒരു കേസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതൊരു ഓപ്ഷനാണ്. അല്ല അത് അപ്പോൾ ഇത്ര യാത്രകൾ ചെയ്യുമ്പോൾ അതിൽ ഫസ്റ്റ് ഫുഡ്, പിന്നെ ഹെൽത്തിന്റെ ഇത്, പിന്നെ ഇത്രയും ദൂരം കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ഒരു ആകാംക്ഷ, നിങ്ങളുടെ ഉള്ളിലുണ്ടായ ആകാംക്ഷകൾ എന്തായിരുന്നു ആ ഫീലിങ്സ്? മെയിൻ ആകാംക്ഷേനെ ഇപ്പുറം നമുക്കത് ഒരു ഭയങ്കര ടാർഗറ്റ് ഉണ്ടായിരുന്നത് നമ്മളെ ടോപ്പിൽ എത്തണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ആയിട്ടാണ് നമ്മൾ ആദ്യം ഉള്ളത്. എൻ്റെ ഇതിൽ, കാരണം ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചൊരു സംഭവമാണ്. അപ്പം അതിൽ ചില ആൾക്കാർ, നമുക്ക് മുന്നേ പോയിട്ടുള്ള ആൾക്കാരൊക്കെ ചില ആൾക്കാർ ഫേസ് ചെയ്ത ഇഷ്യൂസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ കുറച്ചുണ്ട് ആൾട്ടിറ്റ്യൂഡ് ഹൈയിലേക്ക് എത്തുമ്പോഴത്തേനും ചിലപ്പോൾ കൊളാപ്സ് ആവാം, അല്ലെങ്കിൽ വോമിറ്റിംഗ് ടെൻഡൻസി, കൂടുതൽ വോമിറ്റായിട്ട് ഫുള്ള് ഡ്രൈ ഔട്ടായിട്ട് ചിലപ്പോൾ റിട്ടേൺ വന്നിട്ടുണ്ട്. ചില ആൾക്കാർക്ക് ഓക്സിജൻ ലെവല് ഡൗൺ ആയിട്ട് അവർ തന്നെ ഗൈഡ് പറയും, സജസ്റ്റ് ചെയ്യും റിട്ടേൺ ബാക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. ചില ആൾക്കാർ, അറിയുന്ന ആൾക്കാർ തന്നെ ഞാൻ റിട്ടേൺ വന്നിട്ടുണ്ട്. ഡെയിലി ഇപ്പോൾ ചെക്കപ്പ് ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ടോ, രാവിലെയും വൈകുന്നേരം നമ്മൾ ഓക്സിജൻ ലെവലും പൾസും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ നമുക്ക് അവർ ഡൗൺ ആയിട്ട് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്യില്ല എന്നാണ് അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞത്. പക്ഷേ വേറെ കുഴപ്പമൊന്നും നമുക്ക് 3 പേർക്കും അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒന്നും വന്നില്ല നോർമലി. ഇതിൻ്റെ അപ്പുറത്ത്, അതായത് 5895 ആണ് പീക്ക്, ഇതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ഞങ്ങൾ എല്ലാ ദിവസവും ഗൈഡിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തമാശയായിട്ടല്ല, ആക്ച്വലി വി ഹാവ് എ സ്പിരിറ്റ് ടു ഗോ ഫെർദർ എന്നുള്ളതായിരുന്നു. അതെ, പൂജ കാര്യം ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ചെറുപ്പക്കാരി ഭാവി. കാര്യം കമ്പയർ ചെയ്യുമ്പോൾ റെനീഷും ചെറുപ്പമാണ്, ഒന്നും നാലും ഇല്ല. എനിക്ക് പിന്നെ എന്നിലേക്ക് വരാം. തമാശയ്ക്ക് വേണമെങ്കിൽ പറയാം, എൻ്റെ വൈഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളിൽ കയറിയിട്ട് തിരിച്ച് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതും ചെറിയൊരു ഇൻസ്പിറേഷൻ മാതിരിയാണ്. അപ്പോൾ കാര്യം ആർക്കും സാധാരണഗതിയിൽ ഞങ്ങൾ ട്രെയിനിൽ പോകുമ്പോൾ തമാശ പറഞ്ഞ് ചിരിച്ച്, പക്ഷേ ഫൈനൽ സമ്മിറ്റ് ഡേയിൽ അങ്ങനെയുള്ള ആരും വാ തുറക്കാനുള്ള ഒരു ആരോഗ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു പോലെ അല്ലെ സ്റ്റെപ്പ് വെച്ച് പോകുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഞാനങ്ങനെ ഓടുന്ന ആളല്ല, പക്ഷെ കാർഡിയോ വൈസ് ഞാൻ ഡാൻസറാണ്, ഭരതനാട്യം കളിക്കും. I've been doing so since I was 5. പിന്നെ നോർമലി ഞാൻ ജിമ്മിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ട്രെഡ്മില്ലൊക്കെ ചെയ്തിട്ടുണ്ട്, പിന്നെ സ്റ്റെയർ മാസ്റ്റർ കുറേ ചെയ്തിട്ടുണ്ട്. വെതർ അത്ര ഫേവറബിൾ അല്ലായിരുന്നു. ഞാൻ 110 km/h വിൻഡ് സ്നോ സ്റ്റോമിൽ കൂടെയാണ് ഞാൻ സമ്മിറ്റിനായിട്ട് കവർ ചെയ്തത്. അപ്പോൾ അത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ എൽബ്രസ് ആണ് ഇപ്പം ടഫായിട്ട് തോന്നുന്നത്. കിളിമഞ്ചാറിന്റെ ഒരു ചെറിയ ഒരു അപ്രീഷിയേഷൻ തരാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ.